റോമാലേഖനം 5-11 അത്രയുമല്ല, നമുക്ക് ഇപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. റോമാലേഖനം 5-1 വരെയുള്ള വാക്യങ്ങളിൽ നീതീകരണത്തിന്റെ പരിണിത ഫലങ്ങൾ പറയുകയാണ്. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം 11 വാക്യം കൺക്ലൂഡ് ചെയ്യുമ്പോൾ പൗലോസ് ഇപ്രകാരം പറയുകയാണ്: നാം ദൈവത്തിൽ പ്രശംസിക്കുന്നു. നമുക്ക് ലഭിച്ച എല്ലാ ആത്മീക അനുഗ്രഹങ്ങളുടെയും കാരണം ദൈവം മാത്രമാണ്, കർത്താവ് മാത്രമാണ്. അതിനകത്ത് നമുക്കൊരു പങ്കുമില്ല, ഒരു ഓഹരിയുമില്ല. ദൈവമാണ് ഇതെല്ലാം കൃത്യമായി ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിനാണ് സകല ബഹുമാനവും പോകേണ്ടത്. നാം നമ്മിൽ തന്നെ പ്രശംസിക്കുകയല്ല, പ്രത്യുത ആ പ്രശംസ മുഴുവനും സ്വർഗത്തിലെ ദൈവത്തിന് നൽകേണ്ടതാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുന്നു. സകല അനുഗ്രഹങ്ങളുടെയും കാരണമായ യേശുക്രിസ്തുവിനും ദൈവത്തിലും പ്രശംസിക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്.